ജയൻ രവി എന്നൊക്കെ നമ്മൾ മുന്നേ വിളിച്ചിരുന്ന, ഇപ്പോൾ തന്നെ രവിമോഹൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ കൂടെ പറയുന്ന നടനെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് ഇന്നലെ കാണാനായിട്ട് ഇടയായി. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള പ്രസ് കോൺഫറൻസുകളൊന്നും അങ്ങനെ കണ്ട് മുഴുമിപ്പിക്കാറില്ല. എന്നാൽ ഇത് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് നിർത്താനായിട്ട് പറ്റിയില്ല. അത്രയധികം ജെന്യുവനായിട്ട് വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി സിനിമാ ലോകത്തിലൊക്കെ ഇങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ പിടിച്ചു നിന്ന് പോകും എന്നൊക്കെ ആലോചിച്ച് പോയി. അത്രയധികം ജെന്യുവനായിട്ട് താൻ ഇത്രയധികം ആളുകൾക്ക് മുൻപിൽ, ഒരു പ്രസ്സിന് മുൻപിൽ, അല്ലെങ്കിൽ ഇത്രയധികം ഒരു മാസ് ഓഡിയൻസിലേക്ക് പോകുന്ന ഒരു കണ്ടന്റിന് വേണ്ടിയാണ് ഇത് പറയുന്നതെന്നൊന്നും പുള്ളി അങ്ങ് വിചാരിക്കുന്നില്ല. മൊത്തം അങ്ങോട്ട് ഓപ്പണായിട്ട് പറയുകയാണ്. വിഷമങ്ങളാണ്. നമ്മൾ ഈ പുരോഗമനത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഫെമിനിസത്തെക്കുറിച്ചിട്ടും ഒക്കെ കാര്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറയുന്ന പുരോഗമനം പലപ്പോഴും ആണുങ്ങൾക്ക് വലിയ സ്ട്രെസ്സ് നൽകുന്ന ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫെമിനിസത്തെയും അല്ലെങ്കിൽ ഇക്വാലിറ്റിയൊക്കെ നമ്മളിങ്ങനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആണുങ്ങളുടെ ഭാരം അങ്ങോട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ്. ആണുങ്ങൾക്ക് ഒത്തിരിയധികം ഭാരങ്ങളുണ്ട്, ഒത്തിരിയധികം കടമകൾ നിർവഹിക്കേണ്ട ആളുകളാണ്, ഒത്തിരിയധികം പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. ആരും ഒന്നും എങ്ങനെ ചെയ്തു എന്നുള്ളത് ചോദിക്കത്തില്ല. റിസൾട്ട് മാത്രം ആണുങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നീ എങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നു, നീ ഈ വിവാഹം എങ്ങനെ നടത്താൻ വേണ്ടി പോകുന്നു, ഈ വീട് എങ്ങനെ പണിയാൻ വേണ്ടി പോകുന്നു, എങ്ങനെ ചിലവുകൾ നടത്താൻ വേണ്ടി പോകുന്നു, മക്കളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊന്നും ആരും വന്ന് ചോദിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ആ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആണിൻ്റെ അസാന്നിധ്യത്തിൽ ആ ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിക്കും. പക്ഷേ ആണുങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ആണവിടെ ഉണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു സഹായത്തിൻ്റെ ആവശ്യമില്ല, അവൻ ചെയ്തോളും എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒത്തിരിയധികം ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ഇങ്ങനെ ചുമന്നിങ്ങനെ മടുത്ത് അതിൻ്റെ ഫ്രസ്ട്രേഷനിലേക്കൊക്കെ മാറുകയും അത് ആക്രമണ രീതിയിലേക്കൊക്കെ വരികയും ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഫെമിനിസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറയുന്നത്. കുറച്ച് ഭാരം അവർക്കും കൂടെ കൊടുക്കൂ. അങ്ങനെ പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഈഗോ ക്ലാഷ് ഉണ്ടാവും. അല്ല, ഞങ്ങൾ അതിശക്തന്മാരാണ്. ചില ആളുകൾക്ക് അങ്ങനെ പറയാം, അവർ അത്രയധികം പ്രിവിലേജാണ്, അവർക്ക് അത്രയധികം സമ്പത്തുണ്ട്, അവർക്ക് അധികാരമൊക്കെ ഉപയോഗിക്കാനായിട്ടും അതിൽ അറമാദിക്കാനായിട്ടൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പാവപ്പെട്ട പുരുഷനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും മാട് ചുമക്കുന്നത് പോലെ ഓരോ ചുമടെടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. പ്രവാസ ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. പത്തേമാരി പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട്. വീടിൻ്റെ കടങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ വിദേശത്തേക്ക് പോവേണ്ടി വരുന്ന ആണുങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. എന്തിനങ്ങനെ ഒറ്റ ഒരാൾ മാത്രം പണിയെടുക്കണം എന്നുള്ളൊരു ചോദ്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചോദിക്കുന്നതൊന്നും ചില ആണുങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കി മര്യാദയ്ക്ക്, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നല്ലൊരു സമൂഹ ജീവിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ആണുങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ടോ? ഇല്ല. അതുങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഏതെങ്കിലുമൊക്കെ ചൂഷണ മൈൻഡ് സെറ്റുള്ള സ്ത്രീകളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ അടുത്തേക്ക് ചെന്ന് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരെ അങ്ങോട്ട് ഉപയോഗിച്ചങ്ങ് മാക്സിമം ഊറ്റിയെടുക്കും. ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്ത എത്തിയില്ല എന്ന് പറയുന്ന പുരോഗമനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ത്രീയാണ്, ഈ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും എനിക്ക് കിട്ടണം, ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമെന്നുള്ള തുറന്ന പ്രഖ്യാപനം നടത്താനായിട്ട് ഒരു സ്ത്രീ പ്രാപ്തയാവുന്നു. എന്നാൽ ഒരു കൂട്ടം സ്ത്രീകൾ അതേ കാര്യം പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യം ഇങ്ങനെ ആഡ് ചെയ്യും. എന്നാലും നിങ്ങളൊരു പുരുഷനാണ്, നിങ്ങൾ ചെയ്യേണ്ടുന്ന കടമകളൊക്കെ നിങ്ങൾ ചെയ്യണം, എന്നെ ഒന്നിനും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ആ രീതിയിൽ കുടുംബജീവിതത്തിൽ ഒറ്റയ്ക്ക് വീണ്ടും മാടി ചുമക്കുന്നത് പോലെ ചുമക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈക്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭാര്യ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ അന്നത്തെ കാലത്തെ പുരുഷന്മാർക്ക് വേറൊരു സാധ്യത ഉണ്ടായിരുന്നു. വീട്ടിലെ വലിയ ജോലികൾ, കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക. വീടെന്നൊക്കെ പറയുമ്പോൾ വൃത്തിയാക്കി ഇടണം, അല്ലാതെ പറ്റണ പരിപാടിയൊന്നുമല്ലല്ലോ. ഈ ഡൊമസ്റ്റിക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരാളെ കിട്ടിയിരുന്നു. എന്നാൽ ഇന്ന് ഈക്വലി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഇല്ലാത്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും, വീട്ടിൽ ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും, പുരുഷൻ ജോലിക്ക് പോവുകയും ചെയ്യണം, കടമ നിർവഹിക്കുകയും വേണം, എന്നാൽ വീട്ടിലെ ജോലിയും ചെയ്യണം. കാരണം വീട്ടു ജോലികൾ സ്ത്രീകൾ മാത്രമായി ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഈക്വലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഭർത്താവാണ് വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്, രാപകൽ അധ്വാനിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ, സ്ത്രീക്ക് ഒരു ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ത്രീ ചെയ്യേണ്ടതുണ്ട്. കാരണം തുല്യത പിടിക്കണ്ടേ. അല്ലാതെ ഒരാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്തും മടുത്ത് വീട്ടിൽ അവശതയായിട്ട് വരുന്ന സമയത്ത് ഒരാൾ ടി വി ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിരുന്നിട്ട് ആ പാത്രങ്ങൾ കഴുകി വെക്കാൻ എൻ്റെ കൂടെ കൂടൂ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇക്വാലിറ്റി വിരുത്താണ്. അവിടെ ഈക്വൽ ആവുന്നില്ലല്ലോ. അതേപോലെ മറ്റൊരു വിഭാഗം സ്ത്രീകളുണ്ട്. അതുപോലെ വിവാഹിതരും അവിവാഹിതരുമായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരിൽ ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് തൊഴിൽ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രൊഫഷണൽസ് ആണ്, സമ്പാദിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടു ചെലവുകൾ മുഴുവൻ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകണം, നമ്മുടേത് മുഴുവൻ സേവിങ്സ്. ഇത് കഴിഞ്ഞിട്ട് പല പുരുഷന്മാരും അനുഭവിക്കുന്ന നെഞ്ചിൽ കുത്തിക്കയറുന്ന ചില ചോദ്യങ്ങളൊക്കെ പല ആളുകളും കമൻറ്റ് ബോക്സിലൊക്കെ പലപ്പോഴും ഇടാറുണ്ട്. എനിക്ക് 1-2 ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വളരെ വേദനാജനകമാണ്. മക്കളും ഭാര്യയും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തുണ്ടാക്കി,
ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കിയത് മുഴുവൻ ചെലവുകളിലേക്ക് പോവുകയായിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ കടമയാണല്ലോ, സേവ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. അതേപോലെ തന്നെ ഇതിനൊക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കണക്ക് ബോധിപ്പിക്കാനായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് കണക്ക് പറച്ചിലാവും, അത് വലിയ ക്രൂരതയാവും. അവസാനം അദ്ദേഹത്തിന് സേവിങ്സ് ഒന്നും ഇല്ലാത്തതിനെ പിന്നീട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ കുറ്റപ്പെടുത്തുകയാണ്. ഒരു വീട്ടിലെ ചെലവുകൾ ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ ഗ്രഹനാഥനാവുക എന്നൊക്കെ പറയുന്നത് ചില്ലറ പരിപാടിയൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല. മരാമത്ത് ചിലവുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്തും അത് മുഴുവൻ പുരുഷൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഒരു ഔട്ട്ലൈൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇന്നലെയാണ് ഞാൻ ആ ഒരു പ്രസ് കോൺഫറൻസ് കണ്ടത്. തൻ്റെ 14 വർഷത്തെ വൈവാഹിക ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നടൻ ജയൻ രവി മോഹൻ സംസാരിച്ചത്. ഭാര്യ ആരതിയുമായിട്ടുള്ള വേർപിരിയൽ, വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം വേദനാജനകമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ, പിന്നെ പരിസ്ഥിതി ബന്ധം ആരോപിച്ച് നടന്ന സൈബർ ആക്രമണങ്ങൾ, അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇതിനെല്ലാം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കതയിൽ നിന്നുണ്ടാവുന്നതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് യാതൊരുവിധ വിവാദങ്ങളിലും പെടാത്ത, കുടുംബത്തിന് മുൻഗണന നൽകുന്ന ഒരു മാന്യനായിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. എന്നാൽ ആ പ്രതിച്ഛായ എല്ലാം തകർന്നതോടെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ച ചില കാര്യങ്ങളുണ്ട്. PR ഏജൻസികൾക്കും ഫാമിലി കോടതികൾക്കും ഡിജിറ്റൽ വേട്ടക്കാർക്കും ഒക്കെ എതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം പോലെ എല്ലാം തകർന്ന ഒരു മനുഷ്യൻ്റെ വെല്ലുവിളിയൊക്കെ പോലെ നമുക്കത് മൊത്തത്തിൽ കേൾക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. വിവാഹമോചനം നിയമപരമായിട്ട് പൂർത്തിയാകുന്നത് വരെ താൻ ഇനി ഒരു സിനിമയിലും അഭിനയിക്കത്തില്ല എന്നൊക്കെ ഉള്ളതാണ് പുള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്രയധികം പുള്ളി ഉള്ളിൽ നിന്നിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. വ്യക്തി ജീവിതത്തെ ബാധിച്ച 6 പ്രധാന ഘടകങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ബേസിക്കായിട്ട് ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. ഈ പ്രസ് മീറ്റിൻ്റെ പ്രധാന വൈകാരിക വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് രവി മോഹൻ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളിലെ പെട്ടെന്നുള്ള ഒരു വിസ്ഫോടനം എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ ഒരു പാവത്താൻ ഇമേജിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. രവി മോഹൻ എന്ന ജയൻ രവി വളരെ സോഫ്റ്റാണ്, എന്നെ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, വിട്ടുവീഴ്ചകൾ ചെയ്യും, അതായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ, അങ്ങനെയാണ് പുള്ളി ജീവിച്ചത്. കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി കുറേയധികം ആണുങ്ങളെ പോലെ അദ്ദേഹം എല്ലാം സഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. എന്നാൽ ഈ വിട്ടുവീഴ്ച മറ്റുള്ള ആളുകൾ ബലഹീനതയായിട്ട് കണ്ടു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സമൂഹത്തിൽ വളരെ മാന്യനായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള, ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു പുരുഷന് ജീവിക്കാനായിട്ടുള്ള അത്ര വലിയ സാഹചര്യങ്ങളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്രയധികം അപമാനം കേൾക്കേണ്ടി വരും. മിനിമം ഒരു പാവാട വിളിയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ബുദ്ധിശൂന്യൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ ശൂന്യയുടെ വായിൽ നിന്നോ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് തന്നെ സ്വയം ഒരു പഞ്ചിങ് ബാഗിനോടൊക്കെ ഉപമിക്കുകയാണ്. ആർക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ തോന്നിയാലും എന്നെ വന്ന് ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് പോകും, അങ്ങനെ ബാക്കിയുള്ള ആളുകളുടെ പ്രഹരമേൽക്കുന്ന ഒരു പഞ്ചിങ് ബാഗായിരുന്നു താനെന്നൊക്കെ ഉള്ളതാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വളരെ ശക്തനായിട്ട് ശക്തി അഭിനയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. വന്ന് വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വരുന്ന ചില വർത്തമാനങ്ങൾ. പുള്ളി ഒരു പഴഞ്ചൊല്ലൊക്കെ പറയുകയുണ്ടായി. അത് എന്താണ്, സാധു മിരണ്ടാർ കാട് കൊള്ളാതെ, അങ്ങനെ എങ്ങാണ്ട് ഒരു പഴഞ്ചൊല്ല്. അതായത് ഈ പാവം മനുഷ്യർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കാടിന് പോലും താങ്ങാനാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ നിയമപരമായിട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സിനിമയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വളരെ മോശമായിട്ടുള്ള ചില സൈബർ അധിക്ഷേപങ്ങളാണ്, അപമാനങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ വേദന അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യം സ്വന്തം മക്കളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി എന്നുള്ളതാണ്. അത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അവരെന്നെ മക്കളെ കാണാനായിട്ട് അനുവദിക്കുന്നില്ല, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുമെന്നൊക്കെ അദ്ദേഹം നിസ്സഹായനായിട്ട് ചോദിക്കുകയാണ്. ആ ഒരു വാക്കുകളിലൊക്കെ അച്ഛൻ്റെ സങ്കടം വളരെയധികം വ്യക്തമാണ്. പിന്നെ പുള്ളി ഇങ്ങനെ ചെറിയ മകനോടൊപ്പം ചെസ്സ് കളിച്ചിരുന്നതിനെ കുറിച്ചിട്ടും മകനെ ജയിപ്പിക്കാൻ വേണ്ടി താൻ തോറ്റുകൊടുത്തിരുന്നതിനെ കുറിച്ചിട്ടുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ അങ്ങ് പങ്കുവയ്ക്കുകയാണ്. ഒരു മനുഷ്യൻ ഇത്രയധികം ഓപ്പണായിട്ട്, എസ്പെഷ്യലി ആണുങ്ങൾ അങ്ങനെ വന്ന് പറയുന്ന ഒരു സാഹചര്യം ഒന്നും നമ്മൾ മുന്നേ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ ഇന്ന് പുള്ളിയുടെ മക്കളെ പുള്ളിയിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവരുടെ ഫോണുകൾ പിടിച്ചു വെച്ചും ബോഡി ഗാർഡുകളെ കാവൽ നിർത്തിയൊക്കെ കുടുംബം പകവീട്ടുകയാണെന്ന് പറയുന്നു. അതോടൊപ്പം താനൊരു മോശം അച്ഛനാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള നിയന്ത്രണങ്ങൾ കാരണം ഈ രവി മോഹൻ എന്ന് പറയുന്ന നടന് സ്വന്തം സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. അത് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരുവിധ അധികാരവും ഇല്ല. അദ്ദേഹം പണിയെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ പണം ഒരു ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നു, അദ്ദേഹം പണം ഉപയോഗിക്കുന്ന സമയത്ത് മെസ്സേജ് എല്ലാം ഭാര്യയ്ക്ക് ചെല്ലുന്നു. എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തെ കൊണ്ട് ഭാര്യ കുടുംബം നല്ല രീതിയിൽ അങ്ങ് ബേഷായിട്ട് ജീവിക്കുകയാണ്. പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധമോ അല്ലെങ്കിൽ പുള്ളിയുടെ നിഷ്കളങ്കതയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കംപ്ലീറ്റ്ലി ഇവരുടെ കയ്യിലേക്ക് എല്ലാം കൊണ്ട് അടപടലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് അടക്കം ഇദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സും ഇദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും ഒക്കെ കൊണ്ടേ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പണയം വെച്ചിരിക്കുകയാണ്.
അതാണ് പുള്ളി ഇത് ഏറ്റവും വലിയ തെറ്റെന്ന് പുള്ളി പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് സ്ത്രീകളുടെയൊക്കെ ദുരവസ്ഥ പറയാറുണ്ട്. ശമ്പളം, നന്നായിട്ട് പണിയെടുക്കുന്ന ശമ്പളം കൊണ്ടുപോയി ഭർത്താവിന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്ന് വളരെ തുച്ഛം മാത്രം ചിലവിന് മാത്രം കൊടുത്തിട്ട് മുഴുവൻ വാങ്ങി വെക്കുന്ന, പിന്നീട് ഓരോ ആവശ്യത്തിനും കെഞ്ചേണ്ടി വരുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രവിമോഹൻ എന്ന് പറയുന്ന നടന് അതേ ഒരു സാഹചര്യമായിരുന്നു. ഓരോ തവണ പണം ചിലവാക്കുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഭാര്യയ്ക്ക് പോകുന്ന ഒരു സംവിധാനമായിരുന്നു അവർ കുടുംബത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഡിജിറ്റൽ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. തൻ്റെ ചുറ്റിനുള്ള ആളുകൾ നിരന്തരം തന്നെ യൂസ് ചെയ്യുകയാണ്, തന്നെ വഞ്ചിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവൊക്കെ പുള്ളിക്ക് വരാനായിട്ട് ഒത്തിരി കാലം എടുത്തു. പിന്നെ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, കുടുംബം തകരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് അവഗണിച്ചു. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ ഉള്ളതാണ് പുള്ളിയുടെ ആരോപണങ്ങൾ. പിന്നെ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു മണ്ടനാണ് എന്നുള്ളതാണ് വീട്ടുകാർ വിചാരിച്ചത്. കൂടാതെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്ലാക്ക് മാജിക്ക്, ആഭിചാരം വരെ ഉപയോഗിച്ചതായിട്ടൊക്കെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയെ കൂട്ടിലടച്ച ഒരു കിളിയെ പോലെയും പെട്ടിയിലടച്ച ഒരു പാമ്പിനെ പോലെയൊക്കെ ഉപമിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തെ എത്രത്തോളം മാനസികമായിട്ട് തളർത്തി എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഞാനത് മുഴുവനായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് ഓരോ വീടുകളിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ. പുരുഷന്മാർ ഈ കടുത്ത മാനസിക സമ്മർദ്ദം ജീവൻ ഒടുക്കുന്നതിനെ കുറിച്ചിട്ട് പോലും പുള്ളിയെ കൊണ്ട് ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ നിരന്തരമായിട്ട് കുറ്റം പറയുക, നിരന്തരമായിട്ട് അതൃപ്തികൾ രേഖപ്പെടുത്തുക, നിരന്തരമായിട്ട് കമ്പയർ ചെയ്യുക, നിരന്തരമായിട്ട് തനിക്ക് വിഷമങ്ങളാണ്, തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ഒത്തിരിയധികം സ്ത്രീകളുണ്ട്. ഇതെല്ലാം പുരുഷന്മാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നോർമലായിട്ട് ബിഹേവ് ചെയ്യുക, അവരെ ചൂഷണം ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പുരുഷന്മാരുടെ കടമകളെ കുറിച്ചിട്ട് പറഞ്ഞ് ചൂഷണം ചെയ്യുക, മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചൂഷണം ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ താൻ ഈ ആളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വലിയൊരു തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക. പുള്ളി അധിക്ഷേപിച്ച സൈബർ അധിക്ഷേപത്തിനൊക്കെ കാര്യമായിട്ട് ഫ്യൂൽ ചെയ്ത ട്രോളന്മാരെ കുറിച്ചിട്ടും പുള്ളി പറയുന്നുണ്ട്. എല്ലാത്തിനെയും കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വർത്തമാനമാണ്. തളർന്നു പോയൊരു മനുഷ്യൻ്റെ അവസാനത്തെ പ്രതിരോധം എന്നുള്ള രീതിയിൽ മാത്രം നമുക്കതിനെ നോക്കിയാൽ മതി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ കാര്യമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളത് ആ പ്രസ് കോൺഫറൻസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. 25 വർഷത്തെ സിനിമാ ജീവിതമാണ്, 25 വർഷത്തെ ഹാർഡ് വർക്കാണ്. ഇപ്പോൾ കയ്യിൽ 0 ആണ് എന്നുള്ളത് പുള്ളി വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% സിനിമകളും അത്യാവശ്യം കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം നിർമ്മാതാക്കൾക്കും സ്വന്തം കുടുംബത്തിനും ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ സ്വന്തം ആണുങ്ങൾക്ക് സ്വന്തം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലല്ലോ. അതങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കണക്ക് പറച്ചിലാകും, സ്വാർത്ഥതയാകും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യിലൊന്നുമില്ലാതെ താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്ന ഒരു നടനാണ് ജയൻ രവി. അദ്ദേഹം ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ കോടികൾ വിലമതിക്കുന്ന വീട്ടിലൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് ബിസിനസ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഭയങ്കര ചൂഷണമാണ്. ഇപ്പോൾ അധ്വാനം മുഴുവൻ ആ മനുഷ്യൻ്റേതാണ്, പക്ഷേ അതിൻ്റെ ലാഭവും സ്വത്തുക്കളും മുഴുവൻ മറ്റുള്ള ആളുകളുടെ പേരിൽ. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇത്തിരി സെൽഫ് ലവ് എങ്കിലും വെക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ കുടുംബത്തിന് നിർമ്മാണ കമ്പനി ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ കടുത്ത നിബന്ധനകളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ ബാനറിൽ ഒരു സിനിമ തീരുന്നതിന് മുന്നേ തന്നെ അവരടുത്ത സിനിമയുടെ ഡേറ്റുകൾ ഫിക്സ് ചെയ്യും. പുള്ളിക്ക് ഇതിനകത്ത് യാതൊരുവിധ ഫ്രീഡം ഉണ്ടായിരുന്നില്ല. പുള്ളിയെ ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ പോലെ ഉള്ളിൽ പൂട്ടിയിട്ട് പണിയെടുപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിപണി മൂല്യത്തെ തന്നെ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് സിനിമകളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കുറഞ്ഞ പ്രതിഫലത്തിനാണ് ഈ കുടുംബത്തിൻ്റെ ബാനറിലെ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. തുച്ഛമായിട്ടുള്ള വേതനം, പക്ഷേ കുടുംബത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു തോന്നലിൽ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വേറൊരു പ്രശ്നമുണ്ട്, വലിയ പ്രൊജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ വലിയ അവസരങ്ങൾ നഷ്ടമുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോവേണ്ടിയിരുന്ന ഒരു നടനാണ്. അതൊന്നും സ്വീകരിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം ഒരു കലാകാരനല്ല, അദ്ദേഹത്തിന് ആഗ്രഹങ്ങളില്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാ സ്വാതന്ത്ര്യത്തെ പോലും ഇവർ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിന് നല്ല സിനിമകളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അതൊന്നും ഇവർ സമ്മതിച്ചില്ല. കമേഴ്ഷ്യൽ സിനിമകളിൽ മാത്രം പണിയെടുപ്പിച്ച് ഒരു മാടിനെ പോലെ പുള്ളി അങ്ങോട്ട് ഉപയോഗിച്ചു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ടും കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഇപ്പോഴും പുള്ളിയുടെ തലയിലാണ്. മക്കളുടെ ഫീസായിട്ടുള്ള 50 ലക്ഷം രൂപ ഇപ്പോഴും നൽകുന്നത് താനാണ് എന്നുള്ളത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോൾ വലിയ കടങ്ങളാണ്, അദ്ദേഹത്തിന് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അഭിനയം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കുകയാണ്, വരുമാനമില്ല, ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാലും വിവാഹമോചനത്തിന് ശേഷം മാത്രമേ അദ്ദേഹം അഭിനയിക്കത്തുള്ളൂ എന്ന് പറയുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുടുംബത്തെ മാത്രം നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിനകത്ത് നമ്മുടെ ഇവിടെയുള്ള ഒരു സൈബർ കൾച്ചറിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചതും സോഷ്യൽ മീഡിയയിലെ ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെ കുറിച്ചിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ മലയാളികളടക്കം നമ്മുടെ നാട്ടിലെ ഊളകളടക്കം കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. തൻ്റെ പേരിനൊപ്പം ചേർത്ത് സുഹൃത്തായിട്ടുള്ള കെനീഷയെ വേട്ടയാടിയവർക്കെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: നിങ്ങളെല്ലാവരും കൂടെ സൈബർ ബുള്ളിങ്ങിലൂടെ കെനീഷയെ തകർത്തു, അവരെ മാനസികമായിട്ട് തകർത്തു, നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ പുള്ളി ഇങ്ങനെ നിസ്സഹായനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇതിനെ ഒരു സോഷ്യോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് വിധികർത്താക്കളുടെ ഒരു കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. ഇപ്പം ന്യായമായിട്ടുള്ള വിമർശനങ്ങൾ, ന്യായമായിട്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പോലും അറിയാതെ കുറേ അജ്ഞാതരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വ്യക്തികളെ വേട്ടയാടുകയാണ്, വൃത്തികേടുകൾ പറഞ്ഞു വരുത്തുകയാണ്, ഒരു തരം വൈകൃതമുള്ള ആളുകൾ. അദ്ദേഹം പേരാൺമ പോലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ കൂടെയൊക്കെ ഫെമിനിസത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചിട്ടും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചിട്ട് സംസാരിച്ചതിനെക്കുറിച്ചിട്ടും ഒക്കെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട്. ഈ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെ അല്ലെങ്കിൽ ഫെമിനിസം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള പൊതുജനവും അല്ലെങ്കിൽ ഒരു കൂട്ടം PR ആളുകളും ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സും എല്ലാം കൂടെ ഈ ചില ആളുകളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത്, അത് സെലിബ്രിറ്റികളാണെങ്കിൽ പോലും അവരെത്രത്തോളം സമ്മർദ്ദത്തിലായി പോകുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രഥമ ഉദാഹരണമായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാം. സ്വർഗം, നരകം, ദൈവം, പിശാച് എന്നിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ മജോറിറ്റി തന്നെ ഈ ക്രൂര കൊലപാതക സമാനമായിട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ മറ്റൊരാളെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ അപവാദം പറയുന്ന സമയത്ത്, അയാളെ മാനസികമായിട്ട് തളർത്തുന്ന സമയത്ത് അതൊരു കൊലപാതകത്തിന് സമാനമാണ്. ഈ കമൻ്റ് ഇടുന്നവരിലൊക്കെ ഒരു വലിയ ഭൂരിപക്ഷം വിശ്വാസികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഊളകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോയിട്ട് മറ്റേ നൂൽപ്പാലത്തേക്കണം നടക്കേണ്ടി വരും. അതേപോലെ തന്നെ തീക്കകത്ത് വീഴേണ്ടി വരും. അൽഫാം ചുടുന്നത് പോലെ ചുട്ട് എടുക്കും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൊക്കെ പോയി വീഴും. ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകളെക്കുറിച്ചിട്ട് അപവാദങ്ങൾ പറയാതിരിക്കുക, ആളുകളെക്കുറിച്ചിട്ട് ഇല്ലാത്തത് പറയാതിരിക്കുക. ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവരെന്തും ചെയ്തോട്ടെ. നമ്മളുടെ ഒരു ജീവനെയോ സ്വത്തിനെയോ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെയോ ആരുടെയെങ്കിലും മനുഷ്യാവകാശങ്ങളെയോ ഒക്കെ ബാധിക്കാത്ത രീതിയിൽ ആളുകൾ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമാക്കേണ്ട സംഗതിയില്ല. ഇനിയിപ്പം അവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയോ മറ്റവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ മറ്റവൻ്റെ ഭർത്താവിന് വേണ്ടിയോ ഒന്നും നമ്മൾ വേറൊരാളെക്കുറിച്ചിട്ട് അപവാദം പറയാനായിട്ടോ അവരെ സൈബർ ബുള്ളി ചെയ്യാനായിട്ടോ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ സിവിൽ മാറ്റേഴ്സാണ്, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അവർക്ക് കോടതിയിൽ പോകാം, നിയമത്തിൻ്റെ സംരക്ഷണമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ നിയമത്തിൻ്റെ സംരക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് ഇതുപോലുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആളുകളല്ലാതാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനായിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.